ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ. മീൻ കറി ഉണ്ടാക്കാനായി ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്കൊരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഉലുവ കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉലുവ കൂടെ മൂപ്പിച്ച് വരുമ്പോഴേക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള ചേരുവകൾ ചേർക്കാം. ഇതിനായി ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയുമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ല പോലെ വഴന്നു വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്തോളൂ. തക്കാളി കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പുളി കൂടെ ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ കൊടുമ്പുളിയാണ് ചേർക്കുന്നത്. വാളംപുളി ചേർക്കാനുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. പക്ഷേ ഈ കറിക്ക് ടേസ്റ്റ് എപ്പോഴും കൊടുമ്പുളി ചേർക്കുന്നതാണ്. അപ്പോൾ 2 അല്ലി കൊടുമ്പുളി കൂടെ ഞാനിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ആ എണ്ണയിൽ കിടന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കില്ലേ. അരപ്പിനായി ഞാനിതാ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരല്പം കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ അരപ്പ് കൂടെ നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ആ എണ്ണയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കണം. എനിക്ക് ആവശ്യമായ വെള്ളം ഇതാ ഞാൻ ഈ അരച്ച മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് ഇതാക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് ഇളക്കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അയല മീനാണ് ചേർക്കുന്നത്. മീൻ ഏതായാലും ഇതേ കൂട്ടിലുണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി മീനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മീനെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് താളിപ്പ് ചേർക്കാം. അതിനായി ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ ഉലുവാപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് കടുകും ഉലുവയും ഒന്നും വേണ്ട കേട്ടോ. നമ്മളതെല്ലാം ആദ്യം ചേർത്തത് കൊണ്ട് ആവശ്യത്തിന് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതാ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തോളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഫിഷ് കറി ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇപ്പോൾ ഇതാ ഞാൻ ചൂട് ചോറ് വിളമ്പിയിട്ടുണ്ട്. ചോറിനകത്തേക്ക് നമ്മുടെ അയില മീൻ കറിയും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ചാറും കൂടെ ഒഴിച്ചോളൂ. അതിനുശേഷം ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയാണേ. ആ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി കൂടെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അയില കൊണ്ട് മുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ പുളിയും മുളകും ഇട്ട അയില കൂടിയുണ്ട്. എല്ലാം കൂടെ ഒഴിച്ചോളൂ. അതിൻ്റെ ചാറും കൂടെ ഒഴിച്ച് നല്ലപോലെ അങ്ങ് കുഴച്ചടയ്ക്കാമല്ലേ. ഇതിൻ്റെ സൈഡ് ഡിഷായി ഞാൻ എൻ്റെ നാരങ്ങ അച്ചാറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.